നയൻത് മൊഡ്യൂൾ. ഈ നയൻത് മൊഡ്യൂള് കുറച്ച് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. കാരണം കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന അക്കൗണ്ടിങ്ങിന്റെ ഒരു ബ്രാഞ്ചിനകത്ത് വരുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഈ ചെറിയ മൊഡ്യൂളിനകത്ത് അവര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ എല്ലാം ഒരു എന്താ പറയുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല, പക്ഷെ അതിനകത്ത് വരുന്ന മെയിൻ പോയിന്റ്സ് എല്ലാം തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ നമുക്ക് മൊഡ്യൂളിലോട്ട് പോവാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൊഡ്യൂളാണ് കോസ്റ്റ് അക്കൗണ്ട്സ്. ഒന്നാമത്തെ ചാപ്റ്ററിൽ അക്കൗണ്ടിങ്ങിന്റെ ടൈപ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉണ്ട് എന്ന് 3 പ്രധാനപ്പെട്ട ടൈപ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ. ഇതിനകത്തെ കോസ്റ്റ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോസ്റ്റ് അക്കൗണ്ട്സ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, എത്ര തരം എന്താ പറയുന്നത് കോസ്റ്റ് അക്കൗണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എന്തിനാണ് നമ്മൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ആദ്യം നോക്കാം, വാട്ട് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിന്റെ തന്നെ ഒരു ബ്രാഞ്ച് ആണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് റെക്കോർഡിംഗ്, അനലൈസിംഗ് ആൻഡ് മാനേജിംഗ് ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ, ഓപ്പറേഷൻ ആൻഡ് സർവീസസ്. അപ്പൊ കോസ്റ്റിനാണ് ഇവിടെ പ്രാധാന്യം. ഒരു ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, അതായത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോസ്റ്റ് ഉണ്ടെങ്കിൽ ആ കോസ്റ്റിനെ റെക്കോർഡ് ചെയ്യുക, കോസ്റ്റിനെ മാത്രം കോസ്റ്റിനെ റെക്കോർഡ് ചെയ്യുക, ആ കോസ്റ്റിനെ അനലൈസ് ചെയ്യുക, ആ കോസ്റ്റിനെ മാനേജ് ചെയ്യുക. ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ചിന്റെ ഉത്തരവാദിത്വം. അപ്പൊ ഇവിടെ എന്തിനാണ് പ്രാധാന്യം? കോസ്റ്റിനാണ്. ഇറ്റ് ഹെൽപ് ബിസിനസ് ഡിറ്റർമൈൻ ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ പ്രൊഡക്ഷന്റെ ആക്ച്വൽ കോസ്റ്റ് എത്രയായി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയായെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രോഡക്റ്റിന്റെ പ്രൈസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇംപ്രൂവ് കോസ്റ്റ് എഫിഷ്യൻസി, കോസ്റ്റ് എഫിഷ്യൻസി കൂട്ടാനും സഹായിക്കും. കോസ്റ്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മിനിമം കോസ്റ്റില് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ സാധനം കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് കോസ്റ്റ് എഫിഷ്യൻസി. സോ ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് റെക്കോർഡിംഗ്, അനലൈസിംഗ് ആൻഡ് മാനേജിംഗ് കോസ്റ്റ്. ഈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ട കോസ്റ്റ്? ആ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ, ഓപ്പറേഷൻ ആൻഡ് സർവീസസ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താ? ഹെൽപ് ടു ഡിറ്റർമൈൻ ആക്ച്വൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പിന്നെ പ്രൈസ് സെറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ കോസ്റ്റ് എഫിഷ്യൻസി കൈവരിക്കാനും സഹായിക്കും. Unlike financial accounting, which focus on external reporting, cost accounting is mainly used for internal decision making. Financial accounting ആണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്. അത് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു അതിന്റെ ഏറ്റവും അവസാനത്തെ ഫംഗ്ഷൻ കമ്മ്യൂണിക്കേഷൻ. അക്കൗണ്ടിങ് is the art of recording, classifying, summarizing, analyzing, interpreting and communicating. അപ്പൊ കമ്മ്യൂണിക്കേഷൻ, എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ന പർപ്പസിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത് വെളിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനല്ല, മാനേജ്മെന്റ് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ്. അവരുടെ കോസ്റ്റ് എത്രയായി, അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് മെയിൻലി യൂസ് ഫോർ ഇന്റേണൽ ഡിസിഷൻ മേക്കിംഗ്. ഇന്റേണൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. ഇത്രയുമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ പറ്റി പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, പറയാനായിട്ടുള്ളത്. ഇനി അടുത്തതാണ് ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഹെൽപ്പ് ഐഡന്റിഫൈ ആൻഡ് റെഡ്യൂസ് അൺനെസസറി കോസ്റ്റ്. അൺനെസസറി കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ കുറയ്ക്കാനും കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കും. സോ ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ടു കൺട്രോൾ കോസ്റ്റ്. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, കൺട്രോൾ ചെയ്താൽ മാത്രം പോരാ, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം. സോ കോസ്റ്റ് റിഡക്ഷൻ. സോ എയിംസ് ടു ലോവർ പ്രൊഡക്ഷൻ കോസ്റ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ക്വാളിറ്റി. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാ. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാം എന്നുള്ളതും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ക്ലിയർ? അതാണ് കോസ്റ്റ് റിഡക്ഷൻ. എങ്ങനെ വേണേലും കോസ്റ്റ് കുറയ്ക്കാവുന്നതല്ല, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാം,
അതും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് ആണ്. മൂന്നാമത്തേതാണ് പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് ഡിറ്റർമൈൻസ് പ്രോഡക്റ്റ് വൈസ്, ഡിപ്പാർട്ട്മെന്റ് വൈസ് ഓർ ഓപ്പറേഷൻ വൈസ് പ്രോഫിറ്റ്. നമ്മളുടെ പ്രോഡക്റ്റ് വൈസ് പ്രോഫിറ്റ് അറിയാൻ, നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ഓരോ പ്രോഡക്റ്റും പ്രോഫിറ്റബിൾ ആണോ എന്ന് അറിയാൻ ആ ഓരോ പ്രോഡക്റ്റിന്റെയും കോസ്റ്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന വഴി നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് വൈസ് വേണമെങ്കിലും പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് നടത്താൻ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കും. ഓപ്പറേഷൻ വൈസ് ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രോഫിറ്റബിലിറ്റി അനലൈസ് ചെയ്യാം. കാരണം കോസ്റ്റ് കിട്ടിയാൽ മാത്രമേ എത്ര രൂപയ്ക്ക് വിറ്റു എന്നതിനെ കോസ്റ്റ് കൊണ്ട് കമ്പയർ ചെയ്ത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. സോ കോസ്റ്റ് അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിന്? പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്. സോ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ഇമ്പോർട്ടന്റ് ടു ഡിറ്റർമൈൻ ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി. ക്ലിയർ? നാലാമത്തെ പോയിന്റ് ആണ് ബഡ്ജറ്റിംഗ് ആൻഡ് പ്ലാനിങ്. അസിസ്റ്റ് ഇൻ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ പ്ലാൻ ആൻഡ് ബഡ്ജറ്റ്. ഒരു ഓർഗനൈസേഷന് ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കാനും അതുപോലെ ബഡ്ജറ്റ് ഉണ്ടാക്കാനും എന്ത് സഹായിക്കും? കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കും. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സ്പെൻഡ് ചെയ്യാനുള്ള പൈസ നമ്മൾ എങ്ങനെയാണ് സ്വരൂപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകമാണ് ഹൗ മച്ച് വി ആർ ഗോയിങ് ടു സ്പെൻഡ് എന്നുള്ളത്. അപ്പൊ നമുക്ക് എത്ര കോസ്റ്റ് ആകുമെന്ന ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഈ തരത്തിൽ പ്രോപ്പർ ബഡ്ജറ്റിംഗ് പ്ലാനിംഗ് ഒക്കെ നടക്കത്തുള്ളൂ. ഇതിന് വേണ്ടുന്ന ഫിഗേഴ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടും? കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടും. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ബഡ്ജറ്റിംഗ് ആൻഡ് പ്ലാനിംഗ്. അഞ്ചാമത്തതാണ് ഡിസിഷൻ മേക്കിംഗ്. സപ്പോർട്ട്സ് മാനേജീരിയൽ ഡിസിഷൻസ് ലൈക്ക് പ്രൈസിംഗ്, ഔട്ട്സോഴ്സിംഗ് ആൻഡ് കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ. ഒരു പ്രോഡക്റ്റിന് എത്ര പ്രൈസ് ഇടണം എന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഹെൽപ്പോട് കൂടി മാനേജ്മെന്റ് തീരുമാനിക്കാം. കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ എന്തും കൂടെ ചേർത്താൽ മതി? പ്രോഫിറ്റ് മാർജിനും കൂടെ ചേർക്കുമ്പം നമ്മുടെ പ്രൈസ് ആയി. ഇനി ഔട്ട്സോഴ്സിങ്, നമ്മളുടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഒരുപാട് കോസ്റ്റ് ആകുന്നു, നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഒരുപാട് കോസ്റ്റ് ആകുന്നു. പക്ഷെ വേറൊരു കമ്പനി പറയുകയാണ്, ഓക്കെ ഞങ്ങൾ ഈ സാധനം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സർവീസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. എന്നിട്ട് അവർ ഒരു പ്രൈസ് കോട്ട് ചെയ്തു. നമ്മൾ നോക്കിയപ്പം നമ്മൾ സ്വയം ചെയ്താൽ ആകുന്നതിനേക്കാളും കുറവ് കോസ്റ്റ് ആണ് അവർ കോട്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ എന്ത് തീരുമാനിക്കും? നമ്മൾ തന്നെ ചെയ്യാതെ അവർക്ക് ഇത് ഔട്ട്സോഴ്സ് ചെയ്യാമെന്ന് തീരുമാനിക്കും. ഇങ്ങനെ ഒരു ഡിസിഷൻ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ചെയ്താൽ എത്ര കോസ്റ്റ് ആകും എന്ന് നമുക്ക് ഒരു ഐഡിയ വേണം. ഈ ഐഡിയ കിട്ടണമെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് വേണം. സോ ഔട്ട്സോഴ്സിംഗ് ഡിസിഷൻസ് എടുക്കാനും കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മളെ സഹായിക്കും. ഇനി മൂന്നാമത്തതാണ് കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ. കോസ്റ്റ് മാക്സിമം കുറയ്ക്കാൻ വിത്തൗട്ട് കോംപ്രമൈസിങ് ക്വാളിറ്റി. അതിനും എന്ത് സഹായിക്കും? കോസ്റ്റ് അക്കൗണ്ടിങ്. സോ ഇത്തരത്തിലുള്ള ഡിസിഷൻ മേക്കിങ്ങിന് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മളെ സഹായിക്കും. സോ ഇതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്. എന്തൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്? ഹെൽപ് ടു കൺട്രോൾ കോസ്റ്റ്, ഹെൽപ് ടു റെഡ്യൂസ് കോസ്റ്റ്, help to analyze profitability, help in budgeting and planning, and at last help in decision making. ഓക്കെ, അപ്പം കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കി, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കി. ഇനി ഇതിന്റെ ഡിഫറെന്റ് ക്ലാസ്സസ് ആണ് നോക്കാൻ പോകുന്നത്. ക്ലാസ്സസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെന്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ കോസ്റ്റ് ബിഹേവിയർ, ഫങ്ഷൻ ആൻഡ് ട്രേസബിലിറ്റി. അപ്പൊ കോസ്റ്റ് ബിഹേവിയറിന്റെ ബേസിസിൽ, ഫംഗ്ഷന്റെ ബേസിസിൽ, ട്രേസബിലിറ്റിയുടെ ഒക്കെ ബേസിസിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ പല ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പൊ ക്ലാസിഫിക്കേഷൻ ബൈ നേച്ചർ ഓഫ് കോസ്റ്റ്. ഇതിന്റെ നേച്ചറിനനുസരിച്ച്, കോസ്റ്റിന്റെ നേച്ചറിനനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും സെമി വേരിയബിൾ കോസ്റ്റ് എന്നും എന്തിനെ തരംതിരിച്ചിട്ടുണ്ട്? കോസ്റ്റുകളെ തരംതിരിച്ചിട്ടുണ്ട്. കോസ്റ്റിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ എത്രയാണ്? 3 തരം. എന്തിന്റെ ബേസിസിൽ? ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് കോസ്റ്റ്. നേച്ചർ ഓഫ് കോസ്റ്റിന്റെ ബേസിസിൽ കോസ്റ്റുകൾ 3 തരം: ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ, വേരിയബിൾ ആയിട്ടുള്ള കോസ്റ്റുകൾ ആൻഡ് സെമി വേരിയബിൾ കോസ്റ്റുകൾ. ഒന്നാമത്തേതാണ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഫിക്സഡ് കോസ്റ്റ് ദാറ്റ് ഡു നോട്ട് ചേഞ്ച് വിത്ത് പ്രൊഡക്ഷൻ വോളിയം. നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്താലും ആ കോസ്റ്റ് ചേഞ്ച് ചെയ്യത്തില്ല. ഒരു എക്സാമ്പിൾ പറയാം. നമുക്കൊരു ഫാക്ടറി ഉണ്ട്. ഓക്കെ, ഒരു ഫാക്ടറി ഉണ്ട്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈസൈക്കിൾസ് ആണ്. ഓക്കെ, സൈക്കിൾ മാനുഫാക്ചർ ആണ്. അതിൽ നമുക്കൊരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയുടെ കപ്പാസിറ്റി ഒരു വർഷം
ഒരു 1000 സൈക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതിന്റെ കപ്പാസിറ്റി എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് 1000 സൈക്കിൾസും വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം, അതാ മാക്സിമം കപ്പാസിറ്റി. അല്ലെങ്കിൽ വേണമെങ്കിൽ 800 സൈക്കിൾസും പ്രൊഡ്യൂസ് ചെയ്യാം, അതായത് ഫുൾ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാതിരിക്കാം. പോട്ടെ 500 സൈക്കിൾസ് വേണമെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. പോട്ടെ വേണമെങ്കിൽ 300 200 100 വേണമെങ്കിൽ ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യാതെ നമുക്ക് ഇരിക്കാം. നമ്മളുടെ ഇഷ്ടം എത്ര പ്രൊഡ്യൂസ് ചെയ്യണോ എന്നുള്ളത്. അതിന്റെ മാക്സിമം കപ്പാസിറ്റി എക്സീഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. വിത്തിൻ ദാറ്റ് കപ്പാസിറ്റി നമുക്ക് ഏത് യൂണിറ്റ് വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചാലും ആ ഫാക്ടറി നമ്മൾ റെന്റിന് എടുത്തതാണെങ്കിൽ ആ ഫിക്സഡ് എമൗണ്ട് ഓഫ് റെന്റ് നമ്മൾ കൊടുത്തേ പറ്റൂ. നമ്മൾ 1000 സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചാലും, അതായത് ഫുൾ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ തീരുമാനിച്ചാലും, 800 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതോളം തീരുമാനിച്ചാലും, 500 പ്രൊഡ്യൂസ് ചെയ്യുന്നതോളം തീരുമാനിച്ചാലും റെന്റ് ഫിക്സഡ് ആയിരിക്കും. എല്ലാ മാസവും 1 ലക്ഷം രൂപയാണ് റെന്റ് എങ്കിൽ എല്ലാ മാസവും 1 ലക്ഷം രൂപ തന്നെ ഫാക്ടറിക്ക് റെന്റ് കൊടുത്തേ പറ്റൂ. നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആ ഒരു റെന്റ് കൊടുത്ത അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി അല്ലെങ്കിൽ ലാൻഡ് ലോർഡ് അറിയേണ്ട ആവശ്യമില്ല. സോ അങ്ങനത്തെ കോസ്റ്റുകളെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അത് പ്രൊഡക്ഷൻ വോളിയത്തെ ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുന്നത്. പ്രൊഡക്ഷൻ കൂടാം കുറയാം, ചിലപ്പോൾ പ്രൊഡക്ഷനെ ഉണ്ടായില്ലെന്ന് വരാം, പക്ഷെ ആ കോസ്റ്റ് അവിടെ നിലനിൽക്കും. ദേ ആർ ഫിക്സഡ് കോസ്റ്റ്. അതുപോലെ നമ്മളുടെ പെർമനന്റ് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഫിക്സഡ് റേറ്റിലായിരിക്കും സാലറി കൊടുക്കുന്നത്. മാസം ഇത്ര രൂപ ശമ്പളം. പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും ആ ശമ്പളം തന്നെ കൊടുക്കത്തുള്ളൂ. പ്രൊഡക്ഷൻ കൂടുമ്പോൾ സാലറി കൂട്ടി കൊടുക്കത്തില്ല, പ്രൊഡക്ഷൻ കുറഞ്ഞാൽ സാലറി കുറയ്ക്കാനും പറ്റത്തില്ല. ഫിക്സഡ് എമൗണ്ട് ഓഫ് സാലറിയാ. സോ ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ പ്രൊഡക്ഷൻ വോളിയം. സോ അങ്ങനത്തെ കോസ്റ്റുകളെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് കോസ്റ്റുകൾ. സോ കോസ്റ്റ് ദാറ്റ് ഡു നോട്ട് ചേഞ്ച് വിത്ത് പ്രൊഡക്ഷൻ വോളിയം ആർ നോൺ ആസ് ഫിക്സഡ് കോസ്റ്റ്. ആൻഡ് എക്സാമ്പിൾസ് ആർ റെന്റ്, സാലറീസ് എക്സെട്ര. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ വോളിയത്തിനനുസരിച്ച് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലെവലിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്യും, ചേഞ്ച് ചെയ്യും. ഒരു എക്സാമ്പിൾ ആ റോ മെറ്റീരിയൽ. അതായത് റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. നമുക്ക് 1000 സൈക്കിൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 1000 സൈക്കിൾ ഉൽപ്പാദിപ്പിക്കാനുള്ള റോ മെറ്റീരിയൽ നമ്മൾ മേടിച്ചേ പറ്റുള്ളൂ. ഇനി നമ്മൾ 800 ഉൽപ്പാദിപ്പിക്കുന്നുള്ളെങ്കിൽ നമുക്ക് 800 സൈക്കിൾ ഉൽപ്പാദിപ്പിക്കാനുള്ള റോ മെറ്റീരിയൽ മേടിച്ചാൽ മതി. 500 ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റോ മെറ്റീരിയൽ മേടിച്ചാൽ മതി. 300 ആകുമ്പോൾ ഈ റോ മെറ്റീരിയൽ മേടിക്കുന്നതിന്റെ എണ്ണം കുറയും. സോ നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ഈ റോ മെറ്റീരിയൽ എത്ര മേടിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത്. സോ വേരിയബിൾ കോസ്റ്റ് ആണ് ഈ റോ മെറ്റീരിയൽ. കാരണം ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ വേരി വിത്ത് പ്രൊഡക്ഷൻ ലെവൽ. നമ്മൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ വിൽ ബി ഹൈ ഫോർ us ബിക്കോസ് വി ഹാവ് ടു പർച്ചേസ് എ ലോട്ട് ഓഫ് റോ മെറ്റീരിയൽ. ഇനി നമ്മൾ കുറച്ചേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ വിൽ ബി ലെസ്. ക്ലിയർ ആണോ? സോ ഇറ്റ് വേരീസ് വിത്ത് പ്രൊഡക്ഷൻ ലെവൽ. പ്രൊഡക്ഷൻ ലെവൽ മാറുന്നതനുസരിച്ച് ഈ കോസ്റ്റും മാറും. അതാണ് വേരിയബിൾ കോസ്റ്റ്. അതുപോലെയാണ് ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി വേജിൽ നമ്മൾ ലേബേഴ്സിനെ എടുക്കുകയാണ്. അപ്പൊ അവർക്ക് പണിയുള്ള ദിവസം മാത്രം പൈസ കൊടുത്താൽ മതി. അപ്പൊ എത്ര ദിവസം പണിയുണ്ട് എന്നതിന്റെ ബേസിസിൽ അവർക്ക് കൊടുക്കേണ്ട പൈസ തീരുമാനിക്കുന്നത്. നമ്മൾ 1000 സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അത്രയും ഡേയ്സ് അവര് എന്ത് ചെയ്യണം, പണിയെടുക്കണം. സോ അത്രയും അവർക്ക് പൈസ കൊടുക്കണം. 800 ഉള്ളെങ്കിൽ കുറച്ച് ഡേയ്സ് മതി, 1000 അപേക്ഷിച്ച് കുറച്ച് ഡേയ്സ് മതി. ഇനി 500 ആണെങ്കിൽ ഈ 800 അപേക്ഷിച്ച് കുറച്ച് ഡേയ്സ് മതി. അപ്പൊ അവർ എത്ര വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് അവർക്ക് പൈസ കിട്ടൂ. സോ അത് വേരിയബിൾ ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രൊഡക്ഷൻ ലെവൽ. സോ അങ്ങനത്തെ കോസ്റ്റുകളെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ കോസ്റ്റ്. സോ രണ്ടുതരം കോസ്റ്റ് പഠിച്ചു, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ആൻഡ് ദിസ് ഇസ് ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് കോസ്റ്റ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ് സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിന്റെയും കൂടെ കോമ്പിനേഷനാണ്. അതായത് കുറച്ച് ഫിക്സഡ് ആയിരിക്കും, കുറച്ച് വേരിയബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് കോസ്റ്റ് ദാറ്റ് ഹാവ് ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോമ്പണന്റ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇലക്ട്രിസിറ്റി ബിൽ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഒരു മിനിമം ഫിക്സഡ് ചാർജ് നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. ഇനി അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ലെവലിനനുസരിച്ച് നമ്മളുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടാം കുറയാം, പക്ഷെ ഒരു ഫിക്സഡ് ലെവൽ കൊടുത്തേ പറ്റത്തുള്ളൂ. സോ അപ് ടു എ പർട്ടിക്കുലർ ലെവൽ ദ കോസ്റ്റ് ഈസ് ഫിക്സഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ലെവൽ ഇറ്റ് വേരി അക്കോർഡിംഗ് ടു പ്രൊഡക്ഷൻ. അതാണ് സെമി വേരിയബിൾ കോസ്റ്റ്. ഓക്കെ ആണോ? അപ്പൊ ഒരു പർട്ടിക്കുലർ അളവ് വരെ നമ്മൾ ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല നമ്മുടെ ഫാക്ടറിയിൽ, എന്നാലും ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് മാസാമാസം കൊടുത്തേ പറ്റത്തുള്ളൂ. അതിന് മുകളിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വരണമെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ നടക്കണം. അപ്പൊ പ്രൊഡക്ഷൻ ഒരുപാട് നടക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ഒരുപാട് യൂസ് ചെയ്യും, ഇലക്ട്രിസിറ്റി ബില്ല് കൂടും. കുറവാണ് പ്രൊഡക്ഷൻ നടക്കുന്നെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് കുറയും. അപ്പോൾ അപ് ടു എ പെർട്ടിക്കുലർ ലെവൽ ദ കോസ്റ്റ് ഈസ് ഫിക്സഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ലെവൽ ദ കോസ്റ്റ് വേരീസ് അക്കോർഡിംഗ് ടു പ്രൊഡക്ഷൻ.
ആൻഡ് സച്ച് ടൈപ്പ് ഓഫ് കോസ്റ്റ് ഈസ് നോൺ ആസ് സെമി വേരിയബിൾ കോസ്റ്റ്. അതിനെയാണ് നമ്മൾ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ കോസ്റ്റ് that have both fixed and variable components. Example ആണ് ഇലക്ട്രിസിറ്റി ബിൽ വിത്ത് എ ഫിക്സഡ് ചാർജ് ആൻഡ് എ യൂസേജ് ബേസ്ഡ് ചാർജ്. ഓക്കെ ആണോ? സോ ഈ മൂന്ന് തരമാണ് നേച്ചർ ഓഫ് കോസ്റ്റിന്റെ ബേസിസിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ ആയിട്ട്, കോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ളത്. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്. ഓക്കെ ആണോ? ഇതിനകത്ത് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇത്രയും പറഞ്ഞതിനകത്ത് ഓക്കെ. ഇനി ട്രേസബിലിറ്റിയുടെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ ബൈ ട്രേസബിലിറ്റി. ട്രേസബിലിറ്റിയുടെ ബേസിസിൽ നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് എന്നും അതുപോലെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും രണ്ടായിട്ട് തിരിക്കാം. ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഈ ഇൻഡയറക്റ്റ് കോസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓവർ ഹെഡ്സ്. ഓവർ ഹെഡ്സ്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പം കോസ്റ്റ് ദാറ്റ് ക്യാൻ ബി ഡയറക്ട്ലി ആട്രിബ്യൂട്ടഡ് ടു സ്പെസിഫിക് പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിനോ സർവീസിനോ നമുക്ക് ഡയറക്ട്ലി ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് ആണെങ്കിൽ അതിനെ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കും. നമുക്കൊരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ട്, പ്രൊഡക്റ്റ് എ. ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ റോ മെറ്റീരിയൽ വേണം. സോ ആ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനുള്ള കോസ്റ്റ് ഈസ് ഡയറക്ട്ലി ട്രേസ്ഡ് ടു ദിസ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റിലേക്ക് ട്രേസ് ചെയ്യാൻ സാധിക്കും ആ കോസ്റ്റിനെ. സോ ഓൺ ദ ബേസിസ് ഓഫ് ട്രേസബിലിറ്റി, raw material cost is a direct cost because it is directly attributed to a specific product. അതുപോലെ തന്നെ ഡയറക്റ്റ് ലേബർ. ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ലേബറേഴ്സിനെ നമ്മൾ കൊണ്ടുവന്ന് ആ ലേബർ ചാർജ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ലേബർ ചാർജ് ഈസ് ദ കോസ്റ്റ് incurred for producing that particular product. So it is a direct cost. അതെന്താണ്? ഡയറക്റ്റ് കോസ്റ്റ് ആണ്. അപ്പൊ അതാണ് ഡയറക്റ്റ് കോസ്റ്റ്. The cost that can be directly attributed to a specific product or service. Example, raw material and direct labor. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് അഥവാ ഓവർ ഹെഡ്സ് എന്ന് വിളിക്കുന്നത്. കോസ്റ്റ് ദാറ്റ് കനോട്ട് ബി ഡയറക്ട്ലി ട്രേസ് ടു എ സ്പെസിഫിക് പ്രോഡക്റ്റ്. അതായത് ഫാക്ടറിയുടെ റെന്റ്. ഇപ്പൊ ഒരു ഫാക്ടറിയിൽ നമ്മൾ 3 പ്രൊഡക്ട്സ് ഉത്പാദിപ്പിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഫാക്ടറിയുടെ റെന്റ് കോമൺ ആയിട്ടാണ് കൊടുക്കുന്നത്. മാസാമാസം 1 ലക്ഷം രൂപ. ആ റെന്റ് കോമൺ ആണ്. ഈ റെന്റിനകത്ത് പ്രോഡക്റ്റ് എ ഉണ്ടാക്കാൻ എത്ര റെന്റ്, പ്രോഡക്റ്റ് ബി ഉണ്ടാക്കാൻ എത്ര റെന്റ്, സി ഉണ്ടാക്കാൻ എത്ര റെന്റ് എന്ന് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. റെന്റ് ഒരു സിംഗിൾ പേയ്മെന്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ആ ഒരു പ്രിമൈസിൽ 3 പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. ബട്ട് വി കനോട്ട് trace this particular rent expense or rent cost to any particular product. ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൽ നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാനോ ട്രേസ് ചെയ്യാനോ നമുക്ക് പറ്റത്തില്ല. സോ ഇറ്റ് ഇസ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. അതെന്താണ്? ഓവർ ഹെഡ്സ് ആണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. എക്സാമ്പിൾ ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റ്, ഫാക്ടറി റെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് സാലറി എക്സെട്ര. ക്ലിയർ? യെസ്. സോ അതാണ് ഓൺ ദ ബേസിസ് ഓഫ് ട്രേസബിലിറ്റി, ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഇസ് ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ. ഫംഗ്ഷന്റെ ബേസിസിലാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. അപ്പൊ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിൽ 3 തരം പ്രവൃത്തികളാണ് പ്രധാനമായിട്ടും ഉള്ളത്. പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നടക്കും. സോ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ്, അതായത് കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ മാനുഫാക്ചറിങ് പ്രോസസ്. പിന്നെ രണ്ടാമത്തതാണ് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഓഫീസ് ആൻഡ് മാനേജ്മെന്റ് ഓപ്പറേഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. പിന്നെ മൂന്നാമത്തതാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഉത്പാദിപ്പിച്ച പ്രോഡക്റ്റ് വിൽക്കാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കോസ്റ്റ്. കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് മാർക്കറ്റിംഗ് അതിനകത്ത് വരും, സെയിൽസ് വരും, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഡക്റ്റും അതിനകത്ത് വരും. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ ബൈ ഫംഗ്ഷൻ. So on the basis of function, costs are classified into production cost, administrative cost and selling and distribution cost. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ. ഒരു കോസ്റ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. 2 തരമാണ് ബിഹേവിയറിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. കൺട്രോളബിൾ ആയിട്ടുള്ള കോസ്റ്റും അൺകൺട്രോളബിൾ ആയിട്ടുള്ള കോസ്റ്റും. കൺട്രോളബിൾ ആയിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുമ്പം കോസ്റ്റ് ദാറ്റ് മാനേജ്മെന്റ് ക്യാൻ കൺട്രോൾ. ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന കോസ്റ്റ്. എക്സാമ്പിൾ ഓവർ ടൈം വേജ്. അപ്പൊ ഓവർ ടൈം വേജ് മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യാം. മാനേജ്മെന്റ് പറയാം ഓവർ ടൈമിന് നമ്മൾ വേജസ് എക്സ്ട്രാ കൊടുക്കും, പക്ഷേ മാക്സിമം ലിമിറ്റ് ഇസ് 3 hours ഓഫ് ഓവർ ടൈം. 3 മണിക്കൂർ വരെ നിങ്ങൾ ഓവർ ടൈം ചെയ്താൽ മതി. 3 മണിക്കൂർ വരെയുള്ള ഓവർ ടൈമിന് നമ്മൾ എക്സ്ട്രാ തരാം.
അതിനുശേഷം ഓവർ ടൈം ചെയ്താൽ 3 മണിക്കൂറിന്റെ മാത്രമേ കിട്ടത്തുള്ളൂ. അവർക്ക് ഒരു കൺട്രോൾ ഉണ്ട് ആ കോസ്റ്റിന്റെ മേൽ. ക്ലിയർ? സോ അങ്ങനെ മാനേജ്മെന്റിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന കോസ്റ്റിനെയാണ് എന്താ പറയുന്നത്, കൺട്രോളബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഇങ്ങനൊരു കൺട്രോൾ ആ കോസ്റ്റിന്റെ മേൽ മാനേജ്മെന്റ് ഇല്ലെങ്കിൽ അതിനെ നമുക്ക് അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് വിളിക്കാം. കോസ്റ്റ് ദാറ്റ് കനോട്ട് ബി കൺട്രോൾഡ് ബൈ മാനേജ്മെന്റ്. എക്സാമ്പിൾ ആണ് എക്കണോമിക് ഇൻഫ്ലേഷൻ ഇമ്പാക്ട്. അപ്പം എക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടായി. ഇൻഫ്ലേഷൻ ഉണ്ടായപ്പം റോ മെറ്റീരിയൽസിന്റെ വില കൂടി. റോ മെറ്റീരിയൽസിന്റെ ഈ വില വർധനം ഇൻഫ്ലേഷന്റെ റിസൾട്ട് ആണ്. മാനേജ്മെന്റ് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അവർക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ പറയുന്ന വിലയ്ക്ക് ആ റോ മെറ്റീരിയൽ മേടിച്ച് പ്രൊഡക്ഷൻ നടത്തുക, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്താതിരിക്കുക. സോ അവർക്ക് ആ ഒരു കോസ്റ്റിന്റെ മേൽ യാതൊരു കൺട്രോളും ഇല്ല. ഇഫ് ദേ വോണ്ട് ടു കണ്ടിന്യൂ വിത്ത് പ്രൊഡക്ഷൻ ദേ ഹാവ് ടു ഇൻകർ ദാറ്റ് കോസ്റ്റ്. And that cost is uncontrollable for the management. Clear? So അങ്ങനത്തെ കോസ്റ്റിനെയാണ് uncontrollable cost എന്ന് വിളിക്കുന്നത്. So on the basis of behavior, cost can be classified into controllable cost and uncontrollable cost. അഞ്ചാമത്തെ type of classification is based on decision making purpose. Decision making ന്റെ ബേസിസിൽ കോസ്റ്റിനെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, സങ്ക് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, അതുപോലെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തേതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പം ദ കോസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ. അതായത് ഞാൻ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ടാസ്ക് ചെയ്യണമെങ്കിൽ ഈ ടാസ്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മറ്റൊരു ടാസ്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ടാസ്കിന്റെ കോസ്റ്റിനെയാണ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ ഫോർ ഡൂയിങ് ദിസ് പെർട്ടിക്കുലർ ടാസ്ക്. ഞാൻ ഈ പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഏറ്റെടുത്തത് കൊണ്ട് എനിക്കൊരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി കളയേണ്ടി വന്നു. ഓപ്പർച്യൂണിറ്റി എടുക്കാൻ പറ്റിയില്ല. ആ ഓപ്പർച്യൂണിറ്റിയുടെ കോസ്റ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പൊ യുക്തിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഓപ്പർച്യൂണിറ്റിനെക്കാളും ആ കോസ്റ്റിനേക്കാളും കൂടുതൽ ലാഭം എനിക്ക് തന്നാൽ മാത്രമേ ഞാൻ ഒരു പെർട്ടിക്കുലർ സാധനം ചെയ്യേണ്ടതുള്ളൂ. ക്ലിയർ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ഉപയോഗം അതാണ്. എന്റെ മുൻപിൽ 2 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും എനിക്ക് എടുക്കാം. ഞാൻ അപ്പൊ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കും. ഞാൻ ഓപ്ഷൻ നമ്പർ എ എടുത്തു കഴിഞ്ഞാൽ എന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്രയായിരിക്കും, അതുപോലെ ഓപ്ഷൻ നമ്പർ എയിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്ന വരുമാനം എത്രയായിരിക്കും. ക്ലിയർ? സോ ഇത് രണ്ടും ഞാൻ കമ്പയർ ചെയ്ത് നോക്കണം. എന്നിട്ട് മാത്രമേ ഓപ്ഷൻ എ എടുക്കണോ ഓപ്ഷൻ ബി എടുക്കണോ എന്ന കാര്യമൊക്കെ ഞാൻ തീരുമാനിക്കാവുള്ളൂ. സോ ഇതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ. ഓപ്ഷൻ എ എടുക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ഞാൻ വിട്ട് കളഞ്ഞത് കൊണ്ട് എനിക്കുണ്ടായ നഷ്ടം, അതാണ് എന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ, ദാറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അടുത്തതാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. സങ്ക് കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓൾറെഡി ഇൻകേർഡ് ആൻഡ് കനോട്ട് ബി റിക്കവേർഡ്. ഞാൻ ഒരു മെഷീനറി മേടിച്ചു, മെഷീനറിക്ക് വേണ്ടി ഓൾറെഡി ഞാൻ പൈസ ചെലവാക്കി. ഇറ്റ് ഈസ് എ സങ്ക് കോസ്റ്റ്. കാരണം ഞാൻ ഓൾറെഡി അത് ചെലവാക്കി, അത് എനിക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു പെർട്ടിക്കുലർ സാധനം 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, ഇനി ആ പ്രൊഡക്ഷൻ റിവേഴ്സ് ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഐ ഓൾറെഡി ഇൻകേർഡ് ദാറ്റ് പെർട്ടിക്കുലർ കോസ്റ്റ് ആൻഡ് സച്ച് കോസ്റ്റ് ഈസ് നോൺ ആസ് സങ്ക് കോസ്റ്റ്. ക്ലിയർ? കാരണം ഇറ്റ് കനോട്ട് ബി റിക്കവേർഡ്. ഓൾറെഡി ഇൻകർ ചെയ്ത കോസ്റ്റ് വിച്ച് കനോട്ട് ബി റിക്കവേർഡ്, സങ്ക് കോസ്റ്റ്. ഇനി അടുത്തതാണ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 എക്സ്ട്രാ യൂണിറ്റ്. അതായത് ഞാൻ 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിചാരിക്കാം. ഒന്നാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് 10 രൂപയായി, രണ്ടാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് 12 രൂപയായി. ഒന്നാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 10 രൂപയായുള്ളൂ, രണ്ടാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 12 ആയി. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുമ്പം കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 എക്സ്ട്രാ യൂണിറ്റ്. 1ൽ നിന്ന് 2ലേക്ക് ഒരു എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എനിക്കായത് എത്ര രൂപയാണ്? 2 രൂപയാണ് എക്സ്ട്രാ ആയത്. എക്സ്ട്രാ ആയത് 2 രൂപയാണ്. ക്ലിയർ? ഒന്നാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ 10 രൂപ, രണ്ടാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ 12 ആയി. അതായത് 2 രൂപ എക്സ്ട്രാ ആയി അഡീഷണലി 1 യൂണിറ്റും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ. ഈ എക്സ്ട്രാ ആയതിനെയാണ് ഞാൻ മാർജിനൽ കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡീഷണൽ കോസ്റ്റ് ആണ് ഫോർ പ്രൊഡ്യൂസിങ് 1 എക്സ്ട്രാ യൂണിറ്റ്. ഒരു എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്കായ കോസ്റ്റ്, അതാണ് മാർജിനൽ കോസ്റ്റ്. ക്ലിയർ? ഇനി 12ൽ നിന്ന് രണ്ടാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 12 രൂപ, മൂന്നാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് 13 രൂപയായെങ്കിൽ മാർജിനൽ കോസ്റ്റ് ഈസ് 1. 1 രൂപയാണ് എക്സ്ട്രാ ആയത് അടുത്ത അഡീഷണൽ 1 യൂണിറ്റ് കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ. ഇങ്ങനെ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്കാകുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ കോസ്റ്റ്. ഏറ്റവും അവസാനത്തതാണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറയും. കോസ്റ്റ് ഓഫ് റീപ്ലേസിംഗ് ആൻ അസറ്റ് അറ്റ് കറന്റ് മാർക്കറ്റ് പ്രൈസ്.
ഒരു പെർട്ടിക്കുലർ അസറ്റിനെ റീപ്ലേസ് ചെയ്യും. നമ്മുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ട്, ആ അസറ്റ് ഡിപ്രീഷിയേറ്റഡ് ആയി പോയി, അതിനി സ്ക്രാപ്പ് ആക്കി കളയണം, നമുക്കിനി അത് റീപ്ലേസ് ചെയ്യണം, അതിന്റെ സ്ഥാനത്ത് പുതിയൊരു അസറ്റ് വരണം. പുതിയൊരു അസറ്റ് മേടിക്കണമെങ്കിൽ മാർക്കറ്റിൽ ആ അസറ്റിന് എത്ര വിലയാണോ ആ വിലക്കായിരിക്കണം മേടിക്കുന്നത്. സോ അതിനെയാണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ്. ഒരു അസറ്റിനെ മറ്റൊരു അസറ്റിന്റെ മാർക്കറ്റ് പ്രൈസ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. കോസ്റ്റ് ഓഫ് റീപ്ലേസിംഗ് അസറ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്.